ഡ്രസ് ബിസിനസ് അതല്ലെങ്കിൽ ജ്വല്ലറി ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണല്ലേ പ്രോഡക്റ്റ് റിട്ടേൺ അയക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ശരിയായ രീതിയിൽ ഒരു റൂൾസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി റെഡിയാക്കിയില്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സ് അയക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ റിട്ടേൺ ആയിട്ട് എടുക്കേണ്ട വരുമല്ലേ. പ്രത്യേകിച്ച് ഇന്ന് ഓൺലൈനിലേക്ക് ഒരുപാട് സ്കാം ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച ശേഷം റിട്ടേൺ ആയിട്ട് അയക്കുന്നവർ, അല്ലെങ്കിൽ ഡാമേജ് ആക്കിയ ശേഷം റിട്ടേൺ ആയിട്ട് അയക്കുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഴുതി മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിനെ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു കസ്റ്റമർ പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാ റൂൾസ് ആൻഡ് കണ്ടീഷൻസും ആ കസ്റ്റമറിനെ അറിയിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ വ്യക്തമായിട്ട് റൂൾസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ അവരയക്കുന്ന പ്രോഡക്റ്റ് എന്തായാലും റിട്ടേൺ എടുക്കേണ്ടതും റീഫണ്ട് നൽകേണ്ടതുമായിട്ട് വരും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അത്തരത്തിലൊരു റിട്ടേൺ പോളിസി തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇനി ഞങ്ങളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ട്രെയിനിങ് അവൈലബിൾ ആണ്. ഈ ഒരു ഡ്രസ് ബിസിനസ്, ജ്വല്ലറി ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാട്സാപ്പിൽ ലൈഫ് ലോങ് ആയിട്ട്. പിന്നെ ലൈവ് സെക്ഷനും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രസ്സ്, ജ്വല്ലറി ബിസിനസ് ഒക്കെ ഞങ്ങളുടെ ഒരു ഹെൽപ്പ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വ്യക്തമായിട്ട് എഴുതി ഉണ്ടാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് സ്കാം ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ.